ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ, നാം പണ്ടൊക്കെ സ്കൂളിൽ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം ശ്രദ്ധിച്ചു കാണും, ആളുകൾ അപരിചിതരാണെങ്കിൽ കൂടി പുഞ്ചിരിയോടെ പരസ്പരം സംസാരിച്ച് അവരുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ആരാഞ്ഞ് ചെറിയ യാത്രയായിരിക്കാം, എന്നാൽ എത്ര മനോഹരമായ യാത്രയാണെന്ന് അറിയുക. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വീട്ടിന്റെ മുന്നിൽ അയൽപ്പക്കത്തുള്ള വീട്ടുകാർ ഒരുമിച്ച് കൂടി അവർ സംസാരത്തിൽ ഏർപ്പെടുന്നു. അവരുടെ മക്കളാകട്ടെ ഒരുമിച്ച് കളികളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ട് അവിടെ അവരുടേതായ മനോഹരമായ ലോകം കെട്ടിപ്പണിതുയർക്കുന്നു. എന്നാൽ നാം ആകട്ടെ വീട്ടിനുള്ളിലായിരിക്കുമ്പോഴും 5 പേർ ആണെങ്കിൽ കൂടി 5 ലോകങ്ങളാണ്. ഒരു ചെറിയ മൊബൈൽ എന്ന ഒരു പെട്ടിക്കുള്ളിൽ യാന്ത്രികമായി ചലിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കാതെ ഒരു റോബോട്ടിനെ പോലെ നമ്മുടെ ജീവിതം യാന്ത്രികമായി ചലിപ്പിക്കുന്നു. 17ാം ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഒരുങ്ങിയാൽ, പരസ്പരം കണ്ണിലൂടെ സംസാരിച്ച് നമുക്കൊന്ന് തുടങ്ങിയാലും. അതിന് ഉചിതമായ നേരം രാത്രിയിലാണ്. കാരണം രാത്രിയിലാണ് നമ്മുടെ മാതാപിതാക്കളും സഹോദരിമാരും സഹോദരന്മാരും ആരുമായിക്കൊള്ളട്ടെ അവരുടെ ജോലി ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുക. അപ്പോൾ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ച് അവരോടൊത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാ കുടുംബം. അത്രയും മനോഹരമായ കുടുംബമായി തീർക്കാൻ നാം ബാധ്യസ്ഥരാണ്. ആ പുണ്യത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങിയാൽ